കലൂർ സ്റ്റേഡിയത്തിൽ നിന്ന് വീണ് പരിക്കേറ്റ ഉമാ തോമസ് MLA ഇപ്പോഴും വെന്റിലേറ്ററിലാണ്. ശ്വാസകോശത്തിൽ ചതവുകളുണ്ട് എന്നാണ് മെഡിക്കൽ ബുള്ളറ്റിനിൽ നമ്മൾ അല്പസമയം മുൻപ് കണ്ടത്. ശ്വാസകോശത്തിന്റെ ചതവ് പരിഹരിക്കാൻ ആന്റിബയോട്ടിക്കുകൾ നൽകിക്കൊണ്ടുള്ള ചികിത്സ തുടരുകയാണ്. അടിയന്തര ശസ്ത്രക്രിയ ആവശ്യമില്ല എന്നാണ് മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ കൃഷ്ണനുണ്ണി പറഞ്ഞത്. ലേബി സജീന്ദ്രൻ ഉണ്ട് നമുക്കൊപ്പം. ലേബി സജീന്ദ്രൻ, ഗുഡ് ഈവനിംഗ്. ലേബിക്ക് വ്യക്തിപരമായും ഒരുപാട് വിഷമമുണ്ടാക്കിയതാണ് ഉമാ തോമസിന് പരിക്കേറ്റ ഈ സംഭവം എന്നറിയാം. ആ കുടുംബവുമായി, PT യുമായും ഉമാ തോമസുമായും മക്കളുമായൊക്കെ ഏറെ അടുപ്പമുണ്ട് ലേബിക്കെന്ന് എനിക്കറിയാം. എങ്ങനെയുണ്ട് ഇപ്പോൾ ഉമാ തോമസിന്? എന്തൊക്കെ കാര്യങ്ങളിലാണ് പ്രത്യേക പരിചരണം ഇപ്പോൾ നൽകി വരുന്നത്? സുജയ, ഉമാ തോമസ് ഏറ്റവും ആരോഗ്യവതിയായി ജീവിതത്തിലേക്ക് മടങ്ങി വന്നു എന്ന് റിപ്പോർട്ട് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഏതായാലും അതിന് കുറച്ച് ദിവസങ്ങൾ വേണ്ടിവരും എന്ന് തന്നെ കരുതുന്നു. കാരണം ഇപ്പോഴും ആരോഗ്യനില അങ്ങനെ തന്നെ തുടരുകയാണ്. ന്യൂറോ സംബന്ധമായ ആശങ്കകൾ ഇപ്പോൾ വേണ്ട എന്ന് ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ലങ്ങിൻ്റെ പ്രവർത്തനമാണ് ഒന്ന് ശ്രദ്ധിച്ചു വരുന്നത്. ശ്വാസകോശത്തിലേക്ക് ഈ വാരിയലിൻ്റെ ഭാഗം കയറി ഉണ്ടായ മുറിവ് ഇൻഫെക്ഷൻ ആയിട്ടുണ്ട്. അതിലാണ് ഇപ്പോൾ രാവിലെ മുതൽ മരുന്നുകൾ നൽകി വരുന്നത്. ആൻറ്റിബയോട്ടിക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഈ സമയവും പ്രത്യേകിച്ച് അപ്ഡേഷൻ ആശുപത്രിയുടെ ഭാഗത്ത് നിന്ന് രാവിലെ കഴിഞ്ഞിട്ട് വന്നിട്ടില്ല. വൈകിട്ടോടുകൂടി ഇന്ന് 6:30 ഏകദേശം 24 മണിക്കൂറാകും. അപ്പോൾ നമ്മൾക്കൊരു അപ്ഡേഷൻ ആശുപത്രിയുടെ ഭാഗത്ത് നിന്ന് തീർച്ചയായും ഉണ്ടാകും. സുജയ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ എനിക്ക് വ്യക്തിപരമായി ഏറെ അടുപ്പമുള്ള ഒരു കുടുംബമാണ്, അടുപ്പമുള്ള വ്യക്തിയാണ്. ചില റിപ്പോർട്ടിംഗ് ഒക്കെ നമ്മൾക്ക് വൈയക്തികമായി ഏറെ പ്രതിസന്ധി ഉണ്ടാക്കും. അത്തരം ഒരു അവസ്ഥയിലൂടെയാണ് ഇന്നലെ വൈകിട്ട് മുതൽ ഞാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അത്രയേറെ ആത്മബന്ധമുള്ള ഒരാളാണ് ഇവിടെ വെന്റിലേറ്റർ സപ്പോർട്ടിൽ കിടക്കുന്നത് ഈ ആശുപത്രിയിൽ. ഉമാ തോമസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 2 പതിറ്റാണ്ടായി അത്രത്തോളം ആത്മബന്ധം ഞങ്ങൾക്കിടയിലുണ്ട്. ഉമാ തോമസിനെ നിങ്ങളൊക്കെ പുറത്തുനിന്ന് കാണുന്നത് പോലെയല്ല. ഇപ്പോൾ MLA ആകുന്നതിന് മുൻപ് വരെ സുജയ, എനിക്ക് തോന്നുന്നു PT തോമസ് ജയിച്ചു വരുമ്പോൾ PT തോമസിൻ്റെ കൂടെ ഈ മഹാരാജാസിൻ്റെ പിരിയൻ കോമണിയിൽ നിന്ന് വളരെ വളരെ പ്രണയാതുരയായി നിൽക്കുന്ന ഒരു ഉമാ തോമസിൻ്റെ ചിത്രമാണ് നമ്മൾ അതുവരെയൊക്കെ കണ്ടിട്ടുള്ളത്. എന്നാൽ അക്കാലത്തും MLA ആയതിനു ശേഷമല്ല, അതിന് നേരത്തെയും PT തണലിൽ നിൽക്കുമ്പോഴും വളരെയേറെ ധൈര്യവതിയായ ഒരു സ്ത്രീയായിരുന്നു ഉമാ തോമസ് എന്നത് ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ളതാണ് സുജയ. ആശുപത്രിയുടെ PT ആശുപത്രിയിൽ കടന്ന സമയവും PT വേർപാടുമൊക്കെ അവർ തരണം ചെയ്ത ഒരു അനിതരസാധാരണമായ ധൈര്യമുണ്ട്. അതൊക്കെ നേരിട്ട് കണ്ടതുകൊണ്ട് തന്നെ ഈ ഒരു ഘട്ടവും വളരെ ധൈര്യത്തോടുകൂടി ഉമാ തോമസ് അതിജീവിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട് സുജയ. ഓക്കെ ലേബി, നമ്മളും അതിനായിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. എല്ലാവരെയും ഒരു ചെറുപുഞ്ചിരിയോടെ വരവേൽക്കുന്ന ഉമാ തോമസിന്റെ മുഖത്തെ ആ ചിരിയോടുകൂടി തന്നെ തിരിച്ചു വരട്ടെ. വലിയ പ്രതിസന്ധികൾ നേരിടാൻ PT-ക്കൊപ്പം എപ്പോഴും ഉറച്ചു നിന്നിട്ടുള്ള ഉമാ തോമസ് എന്ന പ്രിയപ്പെട്ടവർ ഉമ്മച്ചേച്ചി എന്ന് സ്നേഹത്തോടെ വിളിക്കുന്ന MLA തിരിച്ചു വരട്ടെ ആരോഗ്യവതിയായി. ഇത് തന്നെയാണ് നമ്മളും ആഗ്രഹിക്കുന്നത്.